അങ്ങനെ അതും ചെയ്തു. അതെ, എന്ന് നമ്മൾ ചുരുക്കി വിളിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി ഒരു യുവതിയെ ഗർഭിണിയാക്കിയിരിക്കുകയാണ്. 19 വർഷമായി മക്കളില്ലാതെ വിഷമിച്ച ദമ്പതികൾക്കാണ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഇപ്പോൾ കുഞ്ഞ് ജനിക്കാൻ പോകുന്നത്. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. കൊളംബിയ സർവകലാശാലയിലെ ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടർമാരാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അടിസ്ഥാനമാക്കിയുള്ള സ്റ്റാർ പ്രക്രിയയാണ് യുവതിയെ ഗർഭിണിയാക്കാൻ സഹായിച്ചത്. സ്പേം ട്രാക്കിംഗ് ആൻഡ് റിക്കവറി എന്നതിന്റെ ചുരുക്കെഴുത്താണ് സ്റ്റാർ. ആരോഗ്യകരമായ ബീജങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് സ്റ്റാർ. സൂസ്പെർമിയ എന്ന അവസ്ഥയിലുള്ളവർക്കും സ്റ്റാർ പ്രയോജനപ്പെടുത്താമെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ഇനി എന്താണ് അസൂസ്പെർമിയ എന്ന് അറിയണ്ടേ? ഒരു ബീജം പോലും ഇല്ലാതെ സ്ഫലനം സംഭവിക്കുന്ന അവസ്ഥയാണ് അസൂസ്പെർമിയ. പുരുഷവന്ധ്യതയുടെ പ്രധാന കാരണവും ഇതാണ്. അതായത് സ്ഫലമുണ്ടാകും, സ്പേമും ഉണ്ടാകും, എന്നാൽ അതിന്റെ ഒരു ബീജം പോലും ഉണ്ടാകില്ല. ബീജം പുറത്തേക്ക് വരാത്ത അവസ്ഥയിൽ സ്വാഭാവികമായ ഗർഭധാരണം ഏറെക്കുറെ അസാധ്യവുമാണല്ലോ. അസൂസ്പെർമിയ തന്നെ പല വിധമുണ്ട്. ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയ, നോൺ ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയ എന്നിങ്ങനെ പേരുകളിലാണ് ഇവയെ തരം തിരിച്ചിരിക്കുന്നത്. സ്ഫലനം സംഭവിക്കുന്നതിനിടെ ബീജങ്ങൾ പുറത്തേക്ക് എത്തുന്നത് തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണ് ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയ. അണുബാധ, ശസ്ത്രക്രിയ, ജന്മനാലുള്ള വൈകല്യങ്ങൾ എന്നിവ ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയയ്ക്ക് കാരണമാകും. ജനിതക കാരണങ്ങളെ തുടർന്നോ ഹോർമോണുകളിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണമോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നോ ബീജോത്പാദനം നടക്കാതിരിക്കുന്ന ശാരീരിക അവസ്ഥയാണ് നോൺ ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയ. അതായത് ബീജം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടും പുറത്തേക്ക് വരാതിരിക്കുന്ന അവസ്ഥയും പുരുഷ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥയും അസൂസ്പെർമിയ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകുന്നതെന്നും നമുക്ക് നോക്കാം. നിരവധി ഘടകങ്ങളാണ് അസൂസ്പെർമിയയ്ക്ക് ഇടയാക്കുന്നത്. ജനിതക ഘടകങ്ങളാണ് ഇതിൽ പ്രധാനം. ക്ലിൻഫെൽറ്റർ പോലുള്ള വൈകല്യങ്ങൾ ബീജോത്പാദനത്തെ തന്നെ ബാധിക്കും. ടെസ്റ്റോസ്റ്റിറോണിന്റെ കുറവും ബീജോത്പാദനം കുറയാൻ ഇടയാക്കിയേക്കും. വൃഷണത്തെ ബാധിക്കുന്ന അണുബാധകൾ, ജനനേന്ദ്രിയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ശസ്ത്രക്രിയകൾ എന്നിവയും ബീജോത്പാദനത്തെ ബാധിക്കാം. ഇത്തരം ബുദ്ധിമുട്ടുകളുള്ളവർക്ക് കുട്ടികൾ ഉണ്ടാകില്ലെന്ന പ്രതിസന്ധിക്ക് ഇതോടെ പരിഹാരമാകുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇനി നമ്മുടെ എങ്ങനെയാണ് അസൂസ്പെർമിയയെ പ്രതിരോധിക്കുന്നത് എന്ന് നോക്കാം. സ്പേം ട്രാക്കിംഗ് ആൻഡ് റിക്കവറി അഥവാ സ്റ്റാർ എന്ന പ്രക്രിയയിലൂടെയാണ് യുവതികളെ ഗർഭിണിയാക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ശുക്ലത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കുകയാണ് സ്റ്റാർ പ്രക്രിയയുടെ ആദ്യ പടി. സാമ്പിളുകളിൽ നിന്നും മണിക്കൂറിൽ 8 മില്യൺ എന്ന കണക്കിൽ ചിത്രങ്ങൾ വേർതിരിക്കും. ഈ ചിത്രങ്ങൾ അൽഗരിതം വഴി വിശകലനം നടത്തുന്ന ശേഷം ഗർഭധാരണത്തിന് സഹായിക്കുന്ന ബീജങ്ങളെ വേർതിരിച്ചെടുക്കും. ഇതുപയോഗിച്ച് സംയോജനം നടത്തിയതോടെയാണ് ഗർഭധാരണം വിജയകരമായത്. വന്ധ്യതാ ചികിത്സയിൽ ഉപയോഗിക്കുന്നതോടെ കൃത്യതയും കാര്യക്ഷമതയും കൈവരിക്കാൻ കഴിയുമെന്നും ഇത് വിജയനിരക്ക് വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതേസമയം സ്റ്റാർ സംവിധാനം ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിൽ തന്നെയാണെന്നും വിശദമായ പഠനങ്ങൾ, നിരീക്ഷണങ്ങളും ആവശ്യമാണെന്നും ഗവേഷകർ കൂട്ടിച്ചേർക്കുന്നു.